എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അരിക്കൊണ്ടാട്ടം എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ സേവനാഴിയൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സേവനാഴിയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കാം. അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ അതുപോലെ തന്നെ വർഷം മുഴുവനും ഇതുപോലെ വറ്റലൊക്കെ വറുത്തിട്ട് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിൽ 2.5 കപ്പ് കേട്ടോ. ഒരു 250 ml കപ്പിന് 2.5 കപ്പ് എടുത്താൽ മതി. ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെച്ചതാണത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ റേഷൻ കട പച്ചരിയൊന്നും വേസ്റ്റായി പോവില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വറ്റലുണ്ടാക്കി എടുത്ത് വെച്ചാൽ മതി. ഇതിലിപ്പോൾ ഞാൻ ഒരു ഉണക്കമുളക് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ 1-2 മുളക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുതിർന്ന് വരട്ടെ. ഇതിപ്പോൾ 2 തരത്തിൽ ഉണ്ടാക്കാം. ലേശം ഉഴുന്ന് ചേർത്തിട്ടും അല്ലാതെ ഉണ്ടാക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നിൻ്റെ അളവൊന്നും കൂടി പോകരുത്. ഉഴുന്നൊന്ന് കഴുകിയിട്ട് ഈ അരിയുടെ കൂടെ ചേർത്തിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ അത് അരിയൊക്കെ കുതിർന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞു. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം. പച്ചമുളക് ഇഷ്ടമില്ലാത്തവർ നമ്മൾ ആ മാവ് കുറുക്കിയെടുക്കുമ്പോൾ മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ പച്ചമുളക് ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. വല്ലാതെ അങ്ങനെ കട്ടിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ അത് അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. വല്ലാതെ ടൈറ്റ് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ഉഴുന്ന് ചേർക്കുന്നത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഉഴുന്ന് ചേർക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. ഉഴുന്ന് ചേർക്കാതെ അരി മാത്രം അരച്ചിട്ടും ഉണ്ടാക്കാം. ഈ മാവ് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ചെരുവൻ തന്നെ വേണം. ഇതിലേക്ക് 12 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതായത് 3 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് രുചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് രുചി നോക്കുക, ഉപ്പൊന്ന് നോക്കുക കേട്ടോ. ഉപ്പൊന്ന് വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണം എന്ന് വെച്ചിട്ട് വളരെ അധികമായി പോകരുത്. അപ്പോൾ ഇത് തിള വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനോട് കൂടി തന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിള വരട്ടെ. ഇനിയിപ്പോൾ അരി അരയ്ക്കുമ്പോൾ പച്ചമുളക് ചേർത്ത് അരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനു വേണ്ടി കാണിക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് എരിവൊന്നുമില്ല, ഒട്ടും എരിവുണ്ടാവില്ല. ഇനി ഇതിലേക്ക് ആ തിള നന്നായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. തിള വന്നതിൻ്റെ ശേഷം മാത്രമാണ് മാവ് ഒഴിക്കാവൂ. ഈ കുറുകി വരുന്നതോട് കൂടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും, അടിയിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ അതുപോലെ തന്നെ വല്ലാതെ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാവ് നന്നായിട്ട് വേവിച്ചെടുക്കണം. മാവിന് വേവ് ഒട്ടും കുറവ് വരാൻ പാടില്ല കേട്ടോ. മാവിന് വേവ് കുറവായാൽ നമ്മൾ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ പല്ലിൽ ഒട്ടിപ്പിടിക്കും. പലപ്പോഴും നമ്മൾ ധൃതി പിടിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വറുത്തിട്ട് കഴിക്കുന്ന സമയത്ത് പല്ലിൽ ഒട്ടിപ്പിടിക്കും. കാരണം എന്താണെങ്കിൽ നമ്മൾ മാവ് കുറുക്കിയെടുക്കുന്ന സമയത്ത് മാവിന് വേവ് കുറവായാലാണ് അതങ്ങനെ സംഭവിക്കുന്നത്. മാവ് വെന്ത് വരുന്നതോടുകൂടി തന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കും വേണം കേട്ടോ. വല്ലാതെ ലൂസാക്കരുത്. അപ്പോൾ ഇത് ഈ ഒരു പാകമാണ് ഇതിൻ്റെ വേണ്ടത്. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് വെള്ളം ഞാൻ തളിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെങ്കിൽ മീതെ ഇങ്ങനെ പാട കെട്ടിയിട്ട് വല്ലാതെ അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പൊതുവേ ഇതിങ്ങനെ രാത്രി ഉണ്ടാക്കി വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ മാവ് ഇതുപോലെ ഇരിക്കും. ഇത് കറക്റ്റ് പാകമാണ് ഇതിൻ്റെ. വല്ലാതെ ലൂസായാൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടാവും, വല്ലാതെ ടൈറ്റ് ആയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ഞാനിപ്പോൾ ഇത് സേവനാഴിയിലല്ല ഉണ്ടാക്കുന്നത്, കുറച്ചും കൂടി എളുപ്പമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ സേവനാഴിയിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട്
ആദ്യം അതൊന്നും ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതേപോലെ സ്റ്റാർ ഹോളുള്ള അച്ചെടുക്കുക. അത് ഒരു ഹോളുള്ളതുകൊണ്ട് 3 എണ്ണം ഉള്ളതുകൊണ്ട് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് ഇതേപോലെ ഇതിലിടുക. ഇതിൽ മാവ് നിറയ്ക്കുക, അടച്ചിട്ട് ഇത് ചുറ്റിച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ, അത്രയേ ഉള്ളൂ. ഞാനിവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരു കവർ, പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഈ പാലിൻ്റെ കവർ എടുക്കാം, അല്ലെങ്കിൽ ശർക്കര, പഞ്ചസാര, പരിപ്പൊക്കെ കൊണ്ടുവരുന്ന കവറില്ലേ അതെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ആ കട്ടിയുള്ള ഭാഗമല്ലേ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അത് ഹോള് വരാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ പാലിൻ്റെ കവറാണെങ്കിൽ അടിഭാഗം അങ്ങനെ കട്ട് ചെയ്യേണ്ടി വരില്ല. ഇതുപോലെ കട്ടിയുള്ള കവറാണെങ്കിൽ മാത്രമേ അങ്ങനെ അടിഭാഗത്ത് കുറച്ച് അധികം അങ്ങനെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം നിൽക്കുന്നുണ്ടാവും, അത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ. ഇനി ഇതേപോലെ ഇതിലേക്ക് മാവ് നിറയ്ക്കുക. അതിൻ്റെ ഒരു പകുതി ഭാഗം മാവ് നിറച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു സൈഡിൽ കുറച്ച് വെട്ടിക്കളയുക, ഒരു ഹോൾ ഉണ്ടാക്കുക കേട്ടോ. കുറച്ച് വലിയ ഹോൾ തന്നെ എടുക്കാം, വളരെ ചെറിയ ഹോൾ വേണ്ട. ഞാനിപ്പോൾ ഇവിടെ വെയിലത്ത് ഒരു നല്ല കോട്ടൺ തുണിയൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ പീച്ച് കൊടുത്താൽ മതി. സേവനാഴി ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാനൊക്കെ കുറേ സമയമെടുക്കും. ഇതാവുമ്പോൾ വളരെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ സമയം എടുക്കുള്ളൂ. ഇത്രയും മാവ് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, എത്ര വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിനി ഒരു ദിവസത്തെ വെയിലിൽ നന്നായിട്ടൊന്ന് ഉണങ്ങണം. മറ്റത് നമ്മൾ സേവനാഴിയിൽ പീച്ചി ഉണ്ടാക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഈ അരിക്കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ മടിയാണ്. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാ ഒരു ദിവസത്തെ വെയിലായപ്പോൾ പകുതി ഉണങ്ങിയിട്ടുണ്ട്, ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഈ തുണി ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ തന്നെ മടക്കിയെടുക്കുക, അല്ലാതെ ഒന്നിച്ച് ചുരുട്ടി കൂട്ടി എടുക്കരുത്. ഇങ്ങനെ തന്നെ മടക്കിയെടുക്കണം. മടക്കിയിട്ട് ഇതുപോലെ ടേബിളിൻ്റെ മീതെ വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ മീതെ നന്നായിട്ട് തളിച്ച് കൊടുക്കുക. നന്നായിട്ട് തളിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം. എല്ലാ ഭാഗത്തും വെള്ളം തളിച്ച് കൊടുക്കണം. ആ മടക്കൊന്ന് നിവർത്തിയിട്ട് ആ ഭാഗത്തൊക്കെയും ഇതുപോലെ വെള്ളം തളിച്ച് കൊടുക്കുക. ഓരോ മടക്കും നിവർത്തുക. എന്നിട്ട് ആ വെള്ളം ആവാത്ത ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കണം, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും മടക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ. മടക്കിൻ്റെ ഉള്ളിലൊക്കെ തുണിയുടെ മീതെ വെള്ളം തളിച്ച് കൊടുക്കാവൂ, അല്ലാതെ അരിക്കൊണ്ടാട്ടത്തിൻ്റെ മീതെ വെള്ളം തളിച്ച് കൊടുക്കരുത്. തുണിയുള്ള ഭാഗത്താണ് വെള്ളം തളിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റിൽ കൂടുതൽ ഇത് വെക്കരുത്, കാരണം ആ അരിക്കൊണ്ടാട്ടം സോഫ്റ്റായി പോവും. ഇനി ഇതിൽ കാണുന്ന പോലെ അടർത്തിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും, അതിനാണ് നമ്മൾ ഈ വെള്ളം തളിക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ വൈകുന്നേരമാണ് ഞാനിപ്പോൾ ഇതിങ്ങനെയൊക്കെ അടർത്തി വെച്ചത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ ഇത് വീണ്ടും വെയിലത്ത് വെച്ചിട്ട് നന്നാക്കിയിട്ട് ഉണക്കിയെടുക്കുക. മാക്സിമം 2 ദിവസം ഉണക്കണ്ടു, അതിൽ കൂടുതൽ ഉണക്കേണ്ടി വരില്ല. അപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും. അത് കണ്ടില്ലേ, എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടി. ഇപ്പോൾ അത്രയും വെയിലാണല്ലോ. ഇതിനി നല്ല ഉണങ്ങിയ ബോട്ടിലൊക്കെ ആക്കി വെച്ചാൽ മതി, വർഷം മുഴുവൻ ഇരിക്കും. ഇത് മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇട്ടാൽ മതി, ഒന്നിച്ച് കുറേ ഇടരുത് കേട്ടോ, കാരണം ഇത് ഇങ്ങനെ വല്ലാതെ പൊന്തി വരും. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എന്താ ഒരു രുചി, സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.